ഹലോ ഗെയ്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാം റെസിപ്പിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 8 ബ്രെഡാണ്. അത് സൈഡിലുള്ളതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. നടുക്കുള്ള പോർഷൻ മാത്രം എടുത്താൽ മതി. നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഞാൻ മിൽക്ക് ആഡ് ചെയ്യാണ്. നമുക്ക് ആവശ്യാനുസരണം അതിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് പാകത്തിലാക്കി എടുക്കാം. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് പാകത്തിലാക്കി എടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കിനി ഇത് ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യോ കുറച്ച് ഓയിലോ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കാം. ഇനി അതൊന്ന് തയ്യാറാക്കാം. ഗ്യാസ് കത്തിച്ചു, നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നു. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കോരിയെടുക്കാം. അടിഭാഗമെല്ലാം നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇതിനെ ഒന്ന് തിരിച്ചുകൂടെ ഇട്ട് എടുക്കാം. നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തതായിട്ട് പഞ്ചസാര പാവ് കാച്ചാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് 1.5 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 4-4.5 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കൂടെ നമുക്ക് ഏലക്കായ കൂടെ ഒന്ന് ആഡ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്ക് നല്ലവണ്ണം ഒന്ന് പാവ് കാച്ചിയെടുക്കാം. പഞ്ചസാര നല്ലവണ്ണം ഒന്ന് പാവ് കാച്ചിയെടുക്കാം. എന്നിട്ട് അടുത്തതായിട്ട് നമുക്ക് ഇത് വറുത്ത് കോരി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒരു ഗുലാബ് ജാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഗുലാബ് ജാമാണ് റെസിപ്പി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.